പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ദൈവദാസൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് കാണാനിടയായി. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വീഡിയോകളും വളരെ നല്ലതുമാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ തംബ്നെയിൽ കണ്ടത് നിങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നാണ്. അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്. ഈ വീഡിയോ കണ്ടപ്പോൾ എന്നെപ്പോലെ പലർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മുടെ ജനനം ഒരു തെറ്റാണോ? ദൈവം നമുക്ക് തന്ന ഈ ജീവൻ ആഘോഷിക്കുന്നത് ശരിക്കും പാപമാണോ? ഇന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനനം ദൈവത്തിൻ്റെ ദാനമാണ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു യാദൃശ്ചികതയിലല്ല. സങ്കീർത്തനം 139 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പ്രിയമുള്ളവരെ, എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? ജനനം ദൈവത്തിൻ്റെ ദാനമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ജന്മദിനാഘോഷം ശരിക്കും ആരുടേതാണ്? ജന്മദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? അതൊരു വലിയ ആഘോഷമായിരുന്നില്ലേ? മാലാഖമാരുടെ ഗായക സംഘം ആകാശത്ത് മാലാഖമാർ പാട്ടുപാടി ആഘോഷിച്ചു. നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യം. വിദ്വാൻമാരുടെ സന്ദർശനം. ദൂരദേശത്തു നിന്ന് വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്തുടർന്നു വന്ന് ശിശുവായ യേശുവിനെയും വണങ്ങി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. സമ്മാനങ്ങൾ നൽകൽ. വിദ്വാൻമാർ വെറുതെ വരികയല്ല ചെയ്തത്. അതാണ് പ്രിയമുള്ളവരെ, വിദ്വാൻമാർ വെറുതെ അല്ല. അവരുടെ കൈകളിൽ പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയായി അർപ്പിച്ചു. ഇതൊരു ജന്മദിന ആഘോഷമല്ലെങ്കിൽ പിന്നെ എന്താണ്? ലോകരക്ഷകൻ ഭൂമിയിൽ വന്ന ദിവസം സ്വർഗവും ഭൂമിയും ഒരുപോലെ ആഘോഷിച്ചില്ലെങ്കിൽ നമ്മളും ആ സന്തോഷം പങ്കുവെക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ജനിച്ച ദിവസം മാലാഖമാർ പാട്ടുകൾ പാടി. ഇന്നത്തെ കാലത്തെ DJ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതുപോലെ വിദ്വാൻമാർ വിലപിടിച്ച സമ്മാനങ്ങളുമായി കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായി വന്നു, അവനെ വണങ്ങി. പ്രിയമുള്ളവരെ, നമുക്ക് ആഘോഷങ്ങൾ എങ്ങനെ ആവണം എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ദ റൈറ്റ് വേ ഓഫ് സെലിബ്രേഷൻ.
ബൈബിളിൽ ജന്മദിനം ആഘോഷിക്കുന്നതിന് എതിരായിട്ട് നേരിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല, നിങ്ങൾ സന്തോഷിക്കുവാൻ പാടില്ല എന്ന് എതിരായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ആഘോഷങ്ങൾ അമിതമായ ആഡംബരത്തിലേക്കോ ലഹരിക്കോ ദൈവത്തെ മറക്കുന്ന കാര്യങ്ങൾക്കോ വേണ്ടിയാകരുത്. ഇന്ന് പലപ്പോഴും യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ബർത്ത്ഡേ ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശുമശിഹായെ സ്തുതിപ്പാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ ആഘോഷം മദ്യത്തിനും ലഹരിക്കും ആകരുത്. ദൈവത്തെ മറക്കുന്ന കാര്യങ്ങൾ ആകരുത്. നമ്മുടെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ അവർക്ക് കേക്ക് വാങ്ങിക്കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ പാർട്ടികൾ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. നന്ദിയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കണം. നന്ദിയുള്ള ഹൃദയം. കഴിഞ്ഞ ഒരു വർഷം കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ അവരെ പഠിപ്പിക്കണം. അതുപോലെ കരുതൽ. ജന്മദിനത്തിന് നമ്മൾ വലിയ പാർട്ടികൾ നടത്തുന്നതിനോടൊപ്പം ആ പണത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിലോ രോഗികൾ ഉള്ളിടത്തോ പോയി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം നൽകാൻ കുട്ടികളെ കൊണ്ടുപോകണം. ഇതുവഴി ആ കുഞ്ഞു മനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിത്തുകൾ പാകാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ കാണിച്ചു പഠിപ്പിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇല്ലായ്മ എന്ന് അറിയില്ല. അവർ ആഘോഷങ്ങളുടെ മുന്നിൽ എന്താണ് പോവർട്ടി, എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്ന കഷ്ടത എന്ന് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അറിയാറില്ല. അവരും ഒരു മത്സര ഘട്ടത്തിലേക്ക്, മത്സരിക്കുന്ന ലോകത്തിലേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. എല്ലാത്തിനും മത്സരം. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കൂ. ആഘോഷിക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും ചാരിറ്റിയിൽ പോയി, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഭവനങ്ങൾ, അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ, അതുമല്ലെങ്കിൽ അനാഥർ, അവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണം. പ്രത്യേകിച്ച് ബർത്ത്ഡേയുടെ ദിവസം ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി അവരോടൊപ്പം അല്പം ഭക്ഷണം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കണം. പണം വാരി എറിയുക അല്ല, അവരോടൊപ്പം ആ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം, ഇങ്ങനെയും മനുഷ്യർ ഉണ്ട് ഈ ഭൂമിയിൽ. ഇതുപോലെ ഞാൻ എത്ര കുഞ്ഞിനെ ചിന്തിക്കാനുള്ള ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവണം. കാരണം അവൻ ചിന്തിക്കണം, അയ്യോ ദൈവമേ, ഞാൻ ജീവിക്കുന്നത് മണിമാളികയിലാണ്, ഞാൻ കിടന്നുറങ്ങുന്നത് എത്ര മനോഹരമായ വീടിലാണ്, എനിക്ക് ചുറ്റും എല്ലാമുണ്ട്, വാഹനം, എന്തു വേണമെങ്കിലും ടോയ്സ്, പപ്പ പറയുന്ന ടോയ്സ് കൊണ്ടുവരുന്നു, അമ്മ പറയുന്ന ടോയ്സ് എനിക്ക് വാങ്ങിച്ചു തരുന്നു, എല്ലാം ഉണ്ട്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്കോ ഒന്നുമില്ല. ഇങ്ങനെയൊരു ലോകമുണ്ട്. ഞാൻ ഇന്ന് വാങ്ങിക്കുന്ന ഒരു കളിപ്പാട്ടം അത് നാളെ ഞാൻ പൊട്ടിച്ച് വലിച്ചെറിയും. എന്നാൽ ആ പൊട്ടിച്ച് വലിച്ചെറിയുന്ന ആ കളിപ്പാട്ടത്തിൻ്റെ ഒരു പാട്ട് മതി ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ സന്തോഷം അതിലെയാണ്. ഇത് കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോയി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കിക്കൂ, അവർ ദയുള്ള കുഞ്ഞുങ്ങളായി വളരും, നല്ല പൗരനായി വളരും. അവരൊരിക്കലും നിങ്ങളെ വളർന്ന് വലുതായി കഴിയുമ്പോൾ നിങ്ങളെ അനാഥാലയത്തിൽ തള്ളി വിടുകയില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പല മാതാപിതാക്കളും വാർദ്ധക്യത്തിൽ അവസാനം നോക്കാൻ ആളില്ലാതെ മക്കളും മരുമക്കളുടെ ഇടയിൽ നിന്ന് ആരും നോക്കാൻ ഇടയില്ലാത്ത
ഷെൽട്ടറിലേക്ക്, ഓൾഡ് ഏജ് ഹോമിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ നിങ്ങൾ സ്നേഹം കൊടുത്ത് വളർത്തുക. ഒപ്പം ഈ ഭൂമിയിലെ അവസ്ഥകളൂടെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊരു ലോകമുണ്ട്. കുഞ്ഞുങ്ങളെ ചെറുപ്പകാലത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പനെ അമ്മയെ സ്നേഹിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കും. ഒരിക്കലും എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുവിടില്ല എന്ന് അവൻ ചെറുപ്പത്തിൽ തന്നെ അത് ശീലിച്ച് വളരും. അവൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കുകയില്ല. അതിനാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോയി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാണ് യഥാർത്ഥ സന്തോഷമെന്ന് അവരെ പഠിപ്പിക്കണം. എന്ന് അവർ ചെറുപ്പത്തിലേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും നല്ല സിറ്റിസൺ. ചിലർ പറയുന്നു, ബൈബിളിൽ ജന്മദിനം ആഘോഷിച്ച ഫറവോനും ഹെരോദാവിനും ഉണ്ടായ ദുരന്തങ്ങൾ എന്തൊക്കെയെന്ന് പലപ്പോഴും പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അത് അവരുടെ പാപം നിറഞ്ഞ ജീവിതം കൊണ്ട് പലപ്പോഴും സംഭവിച്ചതാണ്, അല്ലാതെ ആഘോഷം കൊണ്ടല്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആഘോഷിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ, മദ്യവും മയക്കുമരുന്നും കൂത്താടിയുള്ള ജീവിതവും അല്ല യഥാർത്ഥ ആഘോഷം. ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളോടും നല്ല അയൽവക്കക്കാരോടും അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. അല്ലാതെ ജീവിതം പാപം നിറഞ്ഞ രീതിയിലേക്ക് പോകാതെ ഇരിക്കുക. നമ്മൾ ക്രിസ്ത്യാനി ആഘോഷിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ജെറമിയ പ്രവാചകനെ കുറിച്ച് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അതാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. ജെറമിയ 1:5 നമ്മെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മൈൽ സ്റ്റോണും നമുക്ക് സന്തോഷത്തോടെ ഓർക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളായ, തെറ്റായ പഠിപ്പിക്കലിൽ നിന്നിപ്പെട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം തന്നെ ജീവൻ സന്തോഷത്തോടെ ആഘോഷിക്കുക. എന്നാൽ ആ ആഘോഷം മറ്റുള്ളവർ കൂടെ തണലാകട്ടെ. പാവപ്പെട്ടവരെ സഹായിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞും നമുക്ക് നമ്മുടെ ജന്മദിനങ്ങൾ ധന്യമാക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. നിങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ദൈവത്തോട് അടുത്ത് പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജന്മദിനാഘോഷങ്ങൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളെ നല്ലത് പഠിപ്പിക്കുക, നല്ല രീതിയിൽ വളരുക, നല്ല പൗരന്മാരാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.